എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആറ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ആദ്യം അറിയേണ്ടത് എന്താണ് ആറ്റം എന്നാണ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. എങ്ങനെയാണ്? രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ എക്സാമിന് ചോദിക്കും ആറ്റം എന്നാൽ എന്ത് എന്ന് ചോദിക്കത്തില്ല. ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും രാസപരമായ ചെറിയ കണിക ഏതെന്ന് ചോദിക്കും. ആൻസർ ആറ്റമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തിയറി ഓഫ് ആറ്റംസ്, ആറ്റം തിയറി, ഇതെല്ലാം ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റങ്ങളെ കണ്ടുപിടിച്ചത്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നമ്മുടെ ജോൺ ഡാൾട്ടൺ ഒരു പ്രത്യേകത ഉണ്ട്. ജോൺ ഡാൾട്ടൻ്റെ പേരിൽ ഒരു അസുഖം അറിയപ്പെടുന്നുണ്ട്, ഡാൾട്ടനിസം. എന്താണ് ഡാൾട്ടനിസം? ഡാൾട്ടനിസം എന്നാൽ വർണ്ണാന്തത എന്നാണ് അർത്ഥം. അതായത് വർണ്ണങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖമാണ് ഈ വർണ്ണാന്തത. ഈ വർണ്ണാന്തത നമ്മുടെ ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വർണ്ണാന്തതയ്ക്ക് ഡാൾട്ടനിസം എന്ന പേര് ലഭിച്ചത്. അപ്പോൾ അത് നല്ലൊരു പോയിന്റാണ്. അതും കൂടി നിങ്ങൾ ഈ കൂട്ടത്തിൽ കൂടെ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടൺ ആറ്റത്തിനെ കണ്ടുപിടിച്ചതേ ഉള്ളൂ, ആറ്റത്തിന് പേരിട്ടില്ല. അപ്പോൾ ആറ്റത്തിന് പേരിട്ടത് ആരാണ്? ആറ്റത്തിന് പേരിട്ട സയൻറ്റിസ്റ്റാണ് ഓസ്റ്റ്വാൾഡ്. ആറ്റത്തിന് പേരിട്ട സയൻറ്റിസ്റ്റാണ് ഓസ്റ്റ്വാൾഡ്. നമ്മുടെ ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. പക്ഷേ ആറ്റം പ്ലാസ്മ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആറ്റത്തിന് ചാർജ് ഉണ്ട്. അപ്പോൾ എക്സാമിന് വരുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിന് ചാർജ് ഉണ്ടാകുന്നത് ഏതവസ്ഥയിലാണ്? അല്ലെങ്കിൽ പ്ലാസ്മ അവസ്ഥയിലിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ ആറ്റത്തിൻ്റെ ചാർജ് എത്രയാണ്? അപ്പോൾ എത്രയാണ്? ചാർജ് ഇല്ല. ആ പ്ലാസ്മ അവസ്ഥയിലാണെങ്കിൽ ചാർജ് ഉണ്ട്, ആറ്റത്തിന് ചാർജ് ഇല്ല. പക്ഷേ ആറ്റം ഒരു പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ അതിന് ചാർജ് ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റത്തിൻ്റെ ഘടനയും ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നാണ്. ആറ്റം എന്നാൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ആറ്റത്തിൻ്റെ ഉള്ളിൽ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ഇതാണ് നമ്മുടെ ആറ്റം എന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ കേന്ദ്രത്തിനെ നമ്മൾ, ഇതാണ് കേന്ദ്രം, ഈ കേന്ദ്രത്തിനെ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസിനകത്ത് രണ്ട് സംഭവങ്ങളുണ്ട്. ഒരു പ്രോട്ടോൺ അല്ല, നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ് പ്രോട്ടോണും കണ്ടുപിടിച്ചത്. ഏണസ്റ്റ് റുദർഫോർഡ്. ദെൻ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ന്യൂട്രോൺ ചാടി കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണെന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സും ഷെല്ലും ഒക്കെ ഉണ്ട്. സഞ്ചാരപാത, ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽസ് ഉണ്ട്. ഈ ഷെൽസിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺസ്, ആറ്റത്തിലെ മറ്റൊരു കണികയാണ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ഈ ആറ്റത്തിന് ചുറ്റുമുള്ള ഓർബിറ്റ്സിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഈ പ്രോട്ടോണിനെ പറ്റിയും ന്യൂട്രോണിനെ പറ്റിയും ഇലക്ട്രോണിനെ പറ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദെൻ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന് പേര് കൊടുത്തത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന് പ്രത്യേകിച്ചൊരു ചാർജ് ഇല്ല, പക്ഷേ പ്ലാസ്മ അവസ്ഥയിലിരിക്കുമ്പോൾ ചാർജ് ഉണ്ട്. ദെൻ ഇതാണ് ആറ്റത്തിൻ്റെ ഘടന. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ ഭാരം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
ദെൻ ആറ്റത്തിന് ചുറ്റും ഒരു പാതയുണ്ട്, സഞ്ചാരപാതയുണ്ട്. ഈ സഞ്ചാരപാതയിലാണ് ഇലക്ട്രോൺ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ് പ്രോട്ടോണും കണ്ടുപിടിച്ചത്. ദെൻ അതിനകത്തുള്ള ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെ തോംസൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇലക്ട്രോണിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. ദെൻ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ദെൻ നമ്മുടെ ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കുന്നത് ആ ഒരു പദാർത്ഥത്തിലെ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഓർമ്മിക്കുക, രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റമാണ്. ദെൻ ചലിക്കുന്ന കണങ്ങളാണ്, ആറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകൾ ചലിക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്തുണ്ട്? ചാർജ് ഉണ്ട്. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആണെന്ന്. ഈ ചാർജ് എന്ന് പറയുന്നത് 1.62 × 602 × 10⁻⁻⁹ ആണ്. കൂളോമാണ് യൂണിറ്റ്. ചാർജിന്റെ യൂണിറ്റ് കൂളോമാണ്, ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ 1.602 × 10⁻⁻⁹ കൂളോമാണ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്. രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത്, ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്ന ആറ്റത്തിന്റെ കണമാണ് ഇലക്ട്രോൺസ്. ദെൻ ചലിക്കുന്ന കണങ്ങളാണ് നമ്മുടെ ഇലക്ട്രോണുകൾ. 1.602 × 10⁻⁻⁹ കൂളോമാണ് ഇലക്ട്രോണുകളുടെ ചാർജ്. അത് ചലിക്കുമ്പോഴാണ് ഈ ഒരു ചാർജ് നമ്മുടെ ഇലക്ട്രോണുകൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. 1.602 × 10⁻⁻⁹ കൂളോമാണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ക്ലിയർ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടോണുകളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം പ്രോട്ടോണുകൾ കണ്ടെടുത്തത് ആരാണ്? റുദർഫോർഡ് ആണ്, ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിനെയും കണ്ടെത്തിയത്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഇനി ഈ പ്രോട്ടോണിന്റെ പ്രത്യേകത, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നതും ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നതും പ്രോട്ടോണാണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നതും ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നതും പ്രോട്ടോണാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഒരാറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആയിട്ട് പ്രോട്ടോണിനെ പറയുന്നത്? നമ്മുടെ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണ്? നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫിംഗർ പ്രിന്റ്. നമ്മൾ ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ടാണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഒരു മൂലകത്തിനെ തിരിച്ചറിയുന്നത് അതിന്റെ ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ആ മൂലകം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡാണ് പ്രോട്ടോൺ എന്ന്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അത് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡെന്നും ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം, ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ് ആ ആറ്റത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രോണിനെ പറ്റിയിട്ടാണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത ഒരേ ഒരു കണമാണ് ന്യൂട്രോൺ. അപ്പോൾ എക്സാമിന് ചോദിക്കും ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് നമ്മുടെ ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ കാണപ്പെടുന്നത്. ദെൻ നമ്മുടെ ന്യൂക്ലിയസിൽ ഇല്ലാത്ത ഒരു മൂലകമുണ്ട്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഒരേ ഒരു മൂലകമേ ഉള്ളൂ, അത് ഹൈഡ്രജൻ ആണ്. അതുകൊണ്ടാണ് ഏറ്റവും ലഘുവായ ആറ്റം ഏതിൻ്റെതെന്ന് ചോദിക്കുമ്പോൾ ഹൈഡ്രജൻ്റെത് നമ്മൾ ഉത്തരം എഴുതുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു മൂലകമേ ഉള്ളൂ, അത് ഹൈഡ്രജൻ ആണ്. ലഘുവായ ആറ്റം എന്നാണ് ഹൈഡ്രജൻ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഒരു ആറ്റത്തിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ നോക്കിയാൽ മതിയാവും. മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ നോക്കിയാൽ മതിയാവും. ഇങ്ങനെ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇങ്ങനെ ഒരു മൂലകം തന്നിരുന്നാൽ
ഈ മൂലകത്തിന്റെ ആറ്റത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയെന്നായിരുന്നു ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെന്ന് പറയുന്നത് ഒരു മൂലകത്തിന്റെ വലത് സൈഡിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് മാസ് നമ്പരും താഴെ കൊടുത്തിരിക്കുന്നത് എപ്പോഴും അറ്റോമിക് നമ്പറും ആയിരിക്കും. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മാസ് നമ്പറും കിട്ടി, അറ്റോമിക് നമ്പറും കിട്ടി. അതൊന്ന് നമുക്കറിയാം. ന്യൂട്രോണിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ മാസ് നമ്പർ മൈനസ് 35 മൈനസ് ദെൻ അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് 17. അവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും 18. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദിസ് മൂലകം എത്രയാണ്? 18 ഓക്കെ, ക്ലിയർ? ഈ ഒരു ടേബിൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു വയ്ക്കുക. ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ആദ്യം പറയുന്നത് ആറ്റത്തിലെ പ്രധാനപ്പെട്ട കണങ്ങളെ പറ്റിയിട്ടാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഫസ്റ്റ് കോളത്തിൽ പറയുന്നത് അതിൻ്റെ ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. നെക്സ്റ്റ് ഇതൊക്കെ ആരൊക്കെ കണ്ടെത്തിയെന്നാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഓർമ്മിച്ച് നോക്കൂ, ആരാണ് കണ്ടെത്തിയത്? പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ്. അപ്പോൾ അതെഴുതി വെക്കുക. അടുത്ത ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. അടുത്തത് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ഇനി വളരെ പ്രധാനപ്പെട്ടത് ഒരു +2 ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാസ് നമ്പർ എത്ര? അത് മാസ് നമ്പർ അല്ല, ഓരോ കണങ്ങളുടെയും മാസ് എത്രയാണെന്നാണ്. വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട് ഓരോന്നിനും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 1.6726 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്. പ്രോട്ടോണിനും ന്യൂട്രോണിനും ഏകദേശം ഒരേ ചാർജാണുള്ളത്. അതായത് 1.6726 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്. 1.6749 ഇൻറ്റു 10⁻⁻27 ആണ് നമ്മുടെ ന്യൂട്രോണിനുള്ളത്. എന്നാൽ ഇലക്ട്രോണിന് 9.109 ഇൻറ്റു 10⁻³ കിലോഗ്രാം ആണ് ഉള്ളത്. അപ്പോൾ -31 കിലോഗ്രാം ആണ് ഉള്ളത്. ഇതിനകത്ത് എനിക്ക് നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഈ 3 മാസുള്ള നമ്മുടെ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതിനകത്ത് ഏതിനാണ് മാസ് കൂടുതലുള്ളത്? മാസ് കൂടിയ ആറ്റത്തിൻ്റെ കണം ഏതാണെന്നുള്ളത് വിത്ത് റീസൺ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റം റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ആറ്റം മോഡൽസ് ഉണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 മോഡലുകളാണ്. ഒന്ന് പ്ലം പുഡിംഗ് മോഡല്, അടുത്തത് ആറ്റം മോഡല്, അടുത്തത് ന്യൂക്ലിയസ് ഓർ സൗരയൂഥ മോഡല്. ഇതിനകത്ത് പ്ലം പുഡിംഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ്. ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ. ഇനി അടുത്തത് ആറ്റം മോഡൽ കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ഇതാണ് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത്. നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലാണ്. നീൽസ് ബോർ ആണ്. ഇനി ന്യൂക്ലിയസ് മോഡല് സൗരയൂഥ മോഡലും കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഓക്കെ, അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റം മോഡൽ നീൽസ് ബോർ, ന്യൂക്ലിയസും സൗരയൂഥ മോഡലും കണ്ടുപിടിച്ചിരിക്കുന്നത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ നമ്മുടെ ആറ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.